ദിസ് ഈസ് ടിപ്പിക്കൽ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി അൽ മർജാൻ ഐലൻഡിലേക്ക് പോകുന്ന പോക്കാണിത്. ദുബായിലെ ന്യൂ ഇയർ ആണ് മോനെ ന്യൂ ഇയർ. ഫയർ വർക്സും പരിപാടി എല്ലാം കാണേണ്ടത് തന്നെയാണ് എന്നെല്ലാവരും പറയും. പക്ഷെ സത്യം പറയാലോ, വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ ഫയർ വർക്സ് കാണാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്തവണത്തെ ഫയർ വർക്സ് ഒക്കെ റാസൽ ഖൈമയിൽ പ്രത്യേകിച്ച് നടന്നതൊക്കെ റെക്കോർഡ് ബ്രേക്കിംഗ് ഫയർ വർക്സ് ആയിരുന്നു. അത് കാണാൻ വേണ്ടി തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് പോകാറുമുണ്ട്. പക്ഷെ ഈ പോകുന്ന പോക്ക് വളരെ കഠിനകരമാണെന്ന് പറയാതെ വയ്യ. കാരണം മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് എല്ലാവരും ന്യൂ ഇയറിലെ ഫയർ വർക്സ് കാണുന്നത് തന്നെ. വൈകുന്നേരം ഒരു 4:30 മണിയോടുകൂടി തന്നെ ട്രാഫിക് ബ്ലോക്കിന്റെ ബഹളം അങ്ങ് തുടങ്ങും. പിന്നീട് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമേ ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ട്രാഫിക് ബ്ലോക്കിന്റെ ബഹളമെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ഈ ഫയർ വർക്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇന്നേ വരെ പോയിട്ടില്ല. ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയയുടെ താഴെ ബീച്ച് സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫയർ വർക്സ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കണ്ട് ആശ്വസിച്ച് ഞങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ അങ്ങനെ അടിച്ചു പൊളിക്കും. ഇത്തവണത്തെ ന്യൂ ഇയർ എന്തായാലും വീട്ടിൽ കുത്തിയിരുന്ന് കളയണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അൽ മർജാൻ ഐലൻഡ് വരെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ അൽ മർജാൻ ഐലൻഡിലാണ് ഉള്ളത്. നോർമലി ഇതുപോലത്തെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ലൈറ്റിങ്സ് ഒക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് ഇവർ വെക്കാറുള്ളതാണ്. ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല, ലൈറ്റിങ്സ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇവിടുത്തെ തിരമാലകളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയുള്ള ഒരുവിധം ഐലൻഡ്സ് എല്ലാം മാൻമെയ്ഡ് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ്. രാത്രി 9 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ആ കടൽക്കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ നിന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ നടന്നു തുടങ്ങി. നടക്കുന്നതിനിടയിൽ നല്ല ബർഗറിന്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അടുത്തടുത്തായിട്ട് അവിടെ ഒരുപാട് ഷോപ്സുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തട്ടുകടകളൊക്കെ പോലെ തന്നെ, പക്ഷെ എല്ലാം ബ്രാൻഡഡ് ഷോപ്സ് ആണെന്ന് മാത്രം. ഞങ്ങൾ അങ്ങനെ നടന്ന് സോൾട്ട് ഷോപ്പിലെത്തി. അവിടുന്ന് ഒരു ഒറിജിനൽ ബർഗറും ഒരു ഫ്രഷ് മിന്റ് ലൈമും ഓർഡർ ചെയ്തു. നല്ല സോങ്സ് പ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു ഇരിക്കാനൊക്കെ. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കാണാൻ നല്ല ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ബർഗറിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കുറച്ചധികം നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സമയം കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകിലായി തന്നെ ഒരു ഗ്ലാസ് റൂം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പുണ്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവർക്ക് ആ റൂമിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. ഞങ്ങൾ പക്ഷേ ജാക്കറ്റ് ഇട്ടിരുന്നത് കൊണ്ട് അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്നു. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. സോൾട്ട് ബർഗേഴ്സ് വളരെ പോപ്പുലർ ആണ്. അമേരിക്കയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സോൾട്ട് ബർഗർ ട്രൈ ചെയ്യുന്നത്. മക്ഡൊണാൾഡ്സിനേക്കാളും കോസ്റ്റ്ലി ആണ് സാൾട്ട് ബർഗർ, എന്നാൽ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയ പിങ്ക് ലൈം ജ്യൂസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബർഗർ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ 2 മിനി ബർഗർ കഴിച്ചു. അങ്ങനെ ബർഗർ എല്ലാം കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കുവാണ്. ഇതിനോടൊപ്പം തന്നെ സോൾട്ടിൻ്റെ വെറ്റ് വൈബ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ജാസ്മിൻ്റെ സ്മെല്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് നാട്ടിലെ മുല്ലപ്പൂ ഒക്കെ ഓർമ്മ വന്നു. മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ ഇനി തിരിച്ചു പോകാൻ വേണ്ടി നോക്കുവാണ്. കുറച്ചധികം ദൂരം നടന്നിട്ട് വേണം ഞങ്ങൾക്ക് വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ ചെന്ന് നിന്നപ്പോഴേക്കും വണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ഓരോ ഫ്ലാറ്റുകളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ രാജകൊട്ടാരം പോലെ തോന്നും. അത്ര ഭംഗിയായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പോകുന്ന വഴിയിൽ നിറയെ പനമരങ്ങളാണ്. ഈ പനമരങ്ങൾ നിറയെ ലൈറ്റ്സ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫുൾ ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അരമണിക്കൂർ നേരത്തെ ഡ്രൈവ് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ ഇയർ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.